മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോസ് സാഗറിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം നിനക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. നീ വിളിച്ചു കഴിഞ്ഞാൽ മഞ്ജുവിന് ഇനി ഇറങ്ങി വരാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഇനി നിൻ്റെ മിടുക്കാണ്. അവളെ നീ ഇനി നന്നായിട്ട് തന്നെ സംരക്ഷിക്കണം. അവളിപ്പോൾ പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു എന്നെല്ലാം ലോപ്പസും സാഗറിനോട് പറയുന്നു. ഇനി അഥവാ നിൻ്റെ തരികിട പരിപാടി എങ്ങാനും എടുക്കാൻ നോക്കിയാലുണ്ടല്ലോ സാഗർ, ഈ മാർക്കോ ആരാണെന്ന് നീ ശരിക്കും അറിയും. പിന്നെ നട്ടെല്ല് തളർന്നു കിടക്കാൻ പോകുന്നത് നീ ആയിരിക്കും എന്ന് പറയുമ്പോൾ, ഇല്ല മാർക്കോ, ഞാൻ ഒരിക്കലും മഞ്ജുവിനെ വഞ്ചിക്കില്ല. മഞ്ജു ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്കിപ്പോൾ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് സാഗരം പറയുന്നുണ്ട്. എങ്കിൽ നീ ഉടനെ തന്നെ അവളെ വിവാഹം കഴിക്കാൻ റെഡി ആയിക്കോ. നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒരു വാടക വീടും ഞാൻ ഏർപ്പാടാക്കി തരാമെന്നും മാർക്കോ പറയുന്നുണ്ട്. മേഘനാണെങ്കിൽ മാർക്കോയെ പോലെ ഒരു ഗുണ്ടയുമായിട്ട് ഇവളെ എങ്ങനെ അടുത്തു എന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. കണ്ണനും മഹാലക്ഷ്മിയും തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത്. എന്നിൽ നിന്നും അവളെ അകറ്റാൻ. വെറുതെയല്ല കണ്ണനോടും മഹാലക്ഷ്മിയോടും അവളിപ്പോൾ സ്നേഹം കാണിക്കുന്നത്. എല്ലാവരും കൂടി ഒത്തു കളിച്ചുകൊണ്ടുള്ള കളിയാണ്. അവളുടെ നീക്കങ്ങളെയൊക്കെ കൃത്യസമയത്ത് അറിയണം. മഞ്ജു ഒരിക്കലും ഈ വീട്ടിൽ നിന്നും പോകാൻ പാടില്ല. കണ്ണൻ്റെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നത് വരെയെങ്കിലും എന്നെല്ലാം മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് മേഘൻ. പിന്നീട് അങ്ങനെ സാഗർ വീണ്ടും മഞ്ജുവിനെ വിളിക്കുകയാണ്. ആ മേഘൻ മഞ്ജുവുമായിട്ട് അടുപ്പമുള്ളത് മാർക്കോയ്ക്കാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. ഒരു കണക്കിന് അത് നന്നായി മഞ്ജു. മേഘന് ആരെയെങ്കിലും ഒരാളെ പേടിയുണ്ടെങ്കിൽ അത് മാർക്കോയെ മാത്രമാണ്. അതുകൊണ്ട് അയാൾ നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ മാത്രം കഴിയുന്നത് വരെയെങ്കിലും അങ്ങനെ വിചാരിക്കട്ടെ. അതുവരെയുള്ള കാര്യങ്ങളെല്ലാം മാർക്കോ നോക്കിക്കോളുമെന്ന് സാഗർ പറയുന്നുണ്ട്. സാഗർ പറഞ്ഞത് ശരിയാണെന്നും ഞാനും മാർക്കോയും തമ്മിലാണ് അടുപ്പമെന്ന് കരുതി അയാളിവിടെ വലിയ പെർഫോമൻസ് ഒക്കെ നടത്തി. ഞാനും ഒട്ടും വിട്ടുകൊടുക്കാനൊന്നും പോയില്ല. എന്നെ വഞ്ചിച്ച അയാൾക്ക് എന്നെയും ചോദ്യം ചെയ്യാനായിട്ട് ഒരർഹതയും ഇല്ല എന്ന് മഞ്ജുവും പറയുന്നുണ്ട്. മഞ്ജുവിന് ഇനി എന്നിൽ വിശ്വാസക്കുറവൊന്നും ഇല്ലല്ലോ. ഞാൻ വിളിച്ചാൽ മഞ്ജുവിനെ ഇറങ്ങി വരാൻ കഴിയില്ലേ എന്നതിൽ സാഗർ ചോദിക്കുമ്പോൾ, സമയമാവട്ടെ, ഞാൻ വരാമെന്നെല്ലാം ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്നുണ്ട് മഞ്ജു. മേഘനാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മഞ്ജു സാഗറിനോട് സംസാരിച്ച് തിരിയുന്നതും മേഘനെ കണ്ട് ഞെട്ടുന്നുണ്ട്. നീ അവനുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. നീ അവൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ നിൽക്കുകയാണല്ലേ. നീ എന്നെ ഇങ്ങനെ വഞ്ചിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലടി എന്ന് മേഘൻ പറയുമ്പോൾ, നിങ്ങൾ കുറേ കാലമായി പറയുന്നു, നിങ്ങളുമായിട്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ വഞ്ചിക്കാൻ തുടങ്ങിയതെന്ന്. അങ്ങനെ വെറും ഒരു ഫോട്ടോ കണ്ടതുകൊണ്ട് മാത്രം ഇളകുന്ന ഒരു മനസ്സല്ല എൻ്റേത്. നിങ്ങൾക്ക് അവളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് തെളിയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി ഞാൻ നിങ്ങളെ എൻ്റെ മനസ്സിൽ നിന്നും ഇറക്കി വിട്ടു. ഇനി നിങ്ങൾക്ക് എൻ്റെ മനസ്സിലോ ജീവിതത്തിലോ സ്ഥാനമില്ല എന്നും മേഘൻ്റെ ചതികളെല്ലാം എണ്ണി പറഞ്ഞ് അയാൾക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. അങ്ങനെ തൻ്റെ ചുറ്റിക്കളികളെക്കുറിച്ചെല്ലാം മഞ്ജുവിന് അറിയാമായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന മേഘനാണെങ്കിൽ ശരിക്കും ഷോക്കഡ് ആവുന്നുണ്ട്. എടി മഞ്ജു, നീ അവൻ്റെ കൂടെ പോയാലും നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. രണ്ടുപേരെയും ഞാൻ പിന്നെ വെച്ചേക്കില്ല എന്ന് ഭീഷണി മുഴക്കുന്ന മേഘനോട്, നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ, എന്നെ പൊന്നുപോലെ സംരക്ഷിക്കാമെന്ന് അയാൾ ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അയാളോടൊപ്പം ഞാൻ പോകുക തന്നെ ചെയ്യുമെന്ന് മഞ്ജു പറയേണ്ടത്. നിങ്ങളെപ്പോലെ ഒരുത്തനോടൊപ്പം ജീവിച്ച് എൻ്റെ ജീവിതം തകർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും മഞ്ജു പറയുമ്പോൾ, അതിന് നീ ഈ വീട്ടിൽ നിന്നിനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, എന്നെ അങ്ങനെ ഈ വീട്ടിൽ തളച്ചിടാമെന്നൊന്നും നിങ്ങൾ കരുതണ്ട. എന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുന്നു എന്ന് കാണിച്ച് ഞാൻ എങ്ങാനും പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും അകത്ത് പോകാൻ പോകുന്നത് എന്ന് മഞ്ജു പറയുമ്പോൾ അത് കേട്ട് വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ മേഘൻ. അങ്ങനെ മഞ്ജു ഇപ്പോൾ ശരിക്കും സാഗറിന് തൻ്റെ മനസ്സിൽ ഇടം നൽകിയിരിക്കുകയാണ്. അയാൾ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും മഞ്ജു കൂടെ പോകും എന്നുള്ള ഒരു ലെവലിലേക്കെല്ലാം കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കിടിലനായിട്ടുള്ള ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതായത് സാഗർ ശരിക്കും മേഘൻ്റെ ആൾ തന്നെയാണ്. അയാൾ നന്നായിട്ടൊന്നുമില്ല. മേഘൻ തന്നെയാണ് അയാളെ രംഗത്തിറക്കിയിട്ട് ഈ ഒരു കളികളെല്ലാം കളിച്ചിരിക്കുന്നത്. ഏത് വിധേനയും കണ്ണൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരു ചതി അയാൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് മാനസികമൊത്തുള്ള തൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാനായിട്ട് സാഗറിനോട് പറഞ്ഞതും അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം മേഘൻ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു. അങ്ങനെ തൻ്റെ ചതി തിരിച്ചറിയുന്ന മഞ്ജുവുമായിട്ട് സാഗറിനോട് ഇമോഷണലായിട്ട് പറഞ്ഞ് അവളെ വളയ്ക്കണമെന്നും
കൃത്യസമയത്ത് മാർക്കോയുടെ മുന്നിൽ സാഗറിനെ എത്തിച്ചതുമെല്ലാം മേഘൻ്റെ ഒരു തന്ത്രം തന്നെയായിരുന്നു. എല്ലാം മേഘൻ പറഞ്ഞിട്ട് തന്നെയാണ് സാഗർ ചെയ്തിരിക്കുന്നത്. എന്നായാലും മാർക്കോയുടെ കൂടെ കൂടിയിരിക്കുന്ന സാഗറിനെ കണ്ണനും മഹാലക്ഷ്മിയും എപ്പോഴായാലും അംഗീകരിക്കുമെന്നും മാർക്കോ ഇടപെട്ട് സാഗറിൻ്റെ തെറ്റുകളെല്ലാം കണ്ണനും മഹാലക്ഷ്മിയും ക്ഷമിക്കുമെന്നുള്ള കാര്യങ്ങളും മേഘന് നന്നായിട്ടറിയാം. കാരണം മാർക്കോയെ അവർക്ക് അത്രത്തോളം വിശ്വാസമാണ്. അങ്ങനെ മഞ്ജു മേഘനെ ഉപേക്ഷിച്ച് സാഗറുമായിട്ട് പോകാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, വിവാഹം കഴിക്കാൻ പോകുന്നു എത്തി നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ കണ്ണൻ എന്തായാലും മഞ്ജുവിന് കണ്ണൻ്റെ അംഗീകാരത്തോടു കൂടി നടക്കാൻ പോകുന്ന ആ വിവാഹത്തിന് എന്തായാലും കണ്ണൻ സ്വത്തുക്കളെല്ലാം കൊടുക്കുമെന്നും, അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ സാഗറിനോട് മേഘൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഞ്ജുവിനെ ചതിച്ചിട്ട് ആരുടെയും കണ്ണിൽ പെടാതെ ആ നാട്ടിൽ നിന്നും കടന്നു കളയണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിൻ്റെ പേരിലേക്ക് എത്തിയിരിക്കുന്ന സ്വത്തുക്കളെല്ലാം തനിക്ക് കൂടി അവകാശപ്പെട്ടതാണല്ലോ. കാരണം വിവാഹബന്ധമൊന്നും ഏർപ്പെടുത്താതെ തന്നെയാണല്ലോ മഞ്ജു പോകുന്നത് സാഗറിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ ആ രീതിക്ക് കാര്യങ്ങളെല്ലാം കൊണ്ടെത്തിക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. അങ്ങനെ സാഗറിനെ കൊണ്ട് ഈ കളികളെല്ലാം കളിപ്പിച്ചിരിക്കുന്നത് മേഘൻ തന്നെയാണ്. പക്ഷേ അവർ കണക്ക് കൂട്ടിയതുപോലെയൊന്നും കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. കാരണം ഇതിനിടയിൽ മാർക്കോ സാഗറിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട്. അയാൾ മേഘൻ്റെ ആളാണെന്നും അയാൾ നന്നായിട്ടൊന്നുമില്ല, വെറുതെ കണ്ണൻ്റെ സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് മേഘൻ പറഞ്ഞു വിട്ട ആളാണെന്ന് തന്നെ മാർക്കോ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോ തന്നെ മഞ്ജുവിനെ മേഘൻ്റെയും സാഗറിൻ്റെയും ആ കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം സാഗറിനെ കൈയോടെ പൊക്കുന്ന മാർക്കോ അയാൾക്ക് മുൻപ് പലതവണ മുന്നറിയിപ്പ് കൊടുത്തതുപോലെ അയാളെ പഞ്ഞിക്കിടുന്നുണ്ട്, അയാൾക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. പിന്നീട് എന്തായാലും മഞ്ജുവിന് ഇനി എന്തായാലും മേഘൻ്റെ കൂടെ അയാളുടെ ചതികളെല്ലാം ഒന്നൊന്നായിട്ട് മനസ്സിലാക്കുന്ന മഞ്ജു ആണെങ്കിൽ ഇനി എന്തായാലും അയാളോടൊപ്പം പോകാനായിട്ട് തയ്യാറാവുന്നില്ല. മാത്രമല്ല കണ്ണൻ തന്നെ ഇടപെട്ട് മാർക്കോയുടെയും അതുപോലെ തന്നെ മഞ്ജുവിൻ്റെയും വിവാഹം നടത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.